അങ്ങനെ ജലജയും അഭിയും കൂടെ പ്ലാൻ ചെയ്തിട്ട് നയനേനെ സ്റ്റെപ്പിൽ എണ്ണയൊഴിച്ച് വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ നയനനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് ആദർശ് തനിയെ ശുശ്രൂഷിച്ചോളാം, നഴ്സിന്റെയോ കനകത്തിന്റെയോ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ആദർശ് നേരെ നയനയും കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ദേവയാനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി പറയുന്നുണ്ട് കനകത്തിനെ വിളിച്ചു നിർത്താമെന്ന്. അപ്പോഴേക്കും ജയൻ ദേവയാനിനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിലായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് വീഴുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. അത് കാണാത്തത് കണ്ടിട്ട് കാണാത്തത് സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ ആദർശ് നയനനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുകളിലോട്ട് പോകാൻ നേരത്ത് ദേവയാനി ഇത് നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നടക്കാൻ വയ്യാത്തോണ്ട് ഇങ്ങനെ കാലിങ്ങനെ വയ്യാത്തോണ്ട് ഇങ്ങനെ പടി പിടിച്ച് പിടിച്ച് കയറുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ് അവ കൊട്ടും വയ്യല്ലോ, നീ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയാണ്. അങ്ങനെ ആദർശ് സിമ്പിളായിട്ട് നയനനെ ഇങ്ങനെ തൂക്കി എടുത്തുകൊണ്ട് മുകളിലേക്ക് നടന്നു പോവാണ്. നയനയാണെങ്കിലും ആദർശിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ആദർശ് നയനനെയും നയനെ ആദർശം ഇങ്ങനെ പരസ്പരം കണ്ണിൽ നോക്കിക്കൊണ്ട് പതിയെ നടന്ന് കയറി പോവാണ്. അപ്പോഴേക്കും ജലജ ഓർക്കാണ്, ഈശ്വര ഇവർ തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ടും അവൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്താല് ഇവരിപ്പോ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കാരണമാണെന്ന് തോന്നല്ലോ അബി എന്ന് ജലജ അബിയോട് പറയുന്നുണ്ട്. നവിക്ക് ഇതൊന്നും കണ്ടിട്ട് സുഖിക്കുന്നില്ല കേട്ടോ. നവി അബിനെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലോർക്കാണ്, ഞാൻ എങ്ങാനും കിടപ്പിലായ അവിടെങ്ങാനും കിടക്കട്ടെ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടുവിടും ഈ വൃത്തികെട്ടവൻ, ആദർശേട്ടനെ എങ്ങാനും കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ നവ്യ. അബിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഇവളെന്താണ് ചിന്തിക്കുന്നുള്ള കാര്യം. ഒന്നും മിണ്ടാതെ അബി നിൽക്കാണ്. അങ്ങനെ ദേവയാനി ഇവരുടെ ഈ പോക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ആ ഒരു പോക്കാണ് എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്. ആ പെണ്ണിന് അവളേനെ കോരി എടുത്തുകൊണ്ട് ഭർത്താവ് നടന്നു പോകുമ്പം അതെന്ത് ഐശ്വര്യമുള്ള കാഴ്ചയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി ചോദിക്കാണ്, എന്താ മുത്തശ്ശി പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? പണ്ട് മുത്തശ്ശി ഇതുപോലെയാണോ മുത്തശ്ശീനെ തൂക്കിയെടുത്ത് പോയിക്കൊണ്ടിരുന്നത്? ആഹാ, ഇപ്പോഴും അതിനുള്ള കുറവൊന്നും ഇല്ല കേട്ടോ, ഇപ്പൊ വെള്ളം തൂക്കിയെടുത്തോണ്ട് പോകാമെന്ന് പറയുമ്പോൾ നീ ഒന്ന് പോടാന്നും പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ അനിയെ അടിക്കാൻ പോവാണ്. അപ്പോഴേക്കും അനി മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും റൊമാൻസ് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, റൊമാൻസ് ഒക്കെ ഇല്ലാത്ത ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കില്ല. അങ്ങനെ റൊമാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം നന്നായിട്ട് മുമ്പോട്ട് പോവുള്ളൂ. അല്ലാതെ എപ്പോ കണലും കടിച്ചു കയറാൻ നിൽക്കുന്നവരാണെങ്കിലോ. അത് മാത്രമല്ല എപ്പോഴും ആവശ്യമില്ലാതെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുകയും പരസ്പരം ത്തോടെ എല്ലാ ജീവിക്കൊക്കെ ചെയ്താൽ എങ്ങും ഒന്നും ദാമ്പത്യം എത്താൻ പോണില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ബഹുമാനിച്ചും വേണം ജീവിക്കാന്. ആദർശം നയനയും ഇപ്പൊ ഇങ്ങനെ ഇടഞ്ഞെന്നാലും കുറച്ച് കഴിയുമ്പോൾ കണ്ടോണം അവരായിരിക്കും ഈ ലോകത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള ജോഡി എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെയാണെന്ന് മനസ്സിലാലേക്കാണ്, ഒരിക്കലും എൻ്റെ മോനെ കൊണ്ട് അവളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല, അവളുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും ഞാൻ എന്നൊക്കെ ഇങ്ങനെ ദേവേനെ മനസ്സിൽ പറയുമ്പോഴേക്കും മുത്തശ്ശനത് മാനത്ത് കാണുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ദേവേനി മനസ്സ് ചിന്തിച്ചെന്നാണെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദേവേനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അല്ല, നിന്റെ മോന്റെ കൂടെ അവളെ ജീവിപ്പിക്കില്ലെന്നല്ലേ നീ ഇപ്പം മനസ്സിലോർത്തെന്ന് പറയുമ്പം ഞെട്ടലോടെ ദേവേനെ നോക്കുമ്പോഴേക്കും അതൊക്കെ എനിക്ക് മനസ്സിലാവും ദേവേനെ, നീ എന്റെ മരുമകളല്ലേ, പക്ഷേ കഴിഞ്ഞ 10-30 വർഷമായിട്ട് നിന്നിൽ കാണാത്തൊരു സ്വഭാവ ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ നീ ഇപ്പോഴല്ലേ ഒരു അമ്മായിമ്മയായത്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാനും ഇതുവരെ അമ്മായിമ്മയായിരുന്നെങ്കിൽ അല്ലേ ദേവിയാനി എന്ന് ചോദിക്കാണ്. അതിനമ്മേ ഞങ്ങളൊക്കെ അവളെ പോലെ കയറി വന്നതാണോ? അന്തസ്സോടെയും അഭിമാനത്തോടെയും കയറി വന്നതാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, പലതവണയായിട്ട് നീ ഈ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അതിനി നീ പറയണ്ട, കാരണം കഴിഞ്ഞത് കഴിഞ്ഞു. അതിൽ നവ്യക്ക് നയനയ്ക്ക് യാതൊരു പങ്കില്ലെന്നുള്ള കാര്യവും പകല് പോലെ വിളിച്ചാണ് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ജലജ ഉണ്ടല്ലോ, അവൾ തന്നെ എല്ലാത്തിനും കാരണക്കാരിയെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. നീയും അവളും അവളുടെ മകനും അവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതിനകത്ത് വന്ന് വീണു പോയതാണ് നവ്യയും അവരുടെ അമ്മയെ നയനയൊക്കെ. അതുകൊണ്ട് ഒരു കുടുംബത്തെ മൊത്തം വീട്ടിൽ വീഴ്ത്തിയത് ഇവരാ. ഇനി അതിനെക്കുറിച്ച് ഇവിടെ സംസാരം വേണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനകത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയാണ്, ദേവയാനി നീ ഇനി ഇടങ്കോലിട്ടുണ്ട് അവരുടെ ഇടയിലേക്ക് ചെല്ലാൻ പാടില്ല. നയനയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആദർശായിരിക്കും. അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാനകിയും ലക്ഷ്മിയും കാണും. ബാക്കി ആരും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അങ്ങോട്ടേക്ക് പോകണ്ട എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട മുത്തശ്ശി പോകുന്നുണ്ട്. കാരണം നയനനെ സ്നേഹിക്കുമെന്ന പേടി കാരണം ദേവയാനി പോയി അലമ്പാക്കാനും മതിയല്ലോ, അതുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നയനനെ കൊണ്ടായി ആദർശ് കട്ടിലേൽ കിടത്തുന്നുണ്ട്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, ആദർശേട്ടന് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല നയന, നിന്നെ പരിചരിക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം നീ എന്നെ എത്രമാത്രം നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പോ എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ആദർശേട്ടാ, കാല് കുത്താൻ പറ്റുന്നില്ല, അതുപോലെ തലയ്ക്ക് നല്ല വേദനയുണ്ട്, നല്ല ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ എന്നാ നീ കിടന്നുറങ്ങിക്കോ എന്ന് പറയാണ്. അങ്ങനെ നയനനെ ഇങ്ങനെ പുതപ്പൊക്കെ പതിപ്പിച്ച് ആദർശ് കിടത്തി ഉറക്കുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം വൈകുന്നേരം സമയമാകുമ്പോഴേക്കും ആദർശ് താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് മീനാക്ഷിയോട് പറയാണ് അവൾക്ക് ടാബ്ലറ്റ് കൊടുക്കാറായി, അവൾക്കുള്ള ഫുഡിങ് ഇതാ ഞാൻ കൊണ്ട് കൊടുക്കാന്ന് പറയുമ്പം ദേവന് ചാടി എഴുന്നേറ്റ് അയ്യോ അതൊന്നും വേണ്ട മീനാക്ഷി, നീ കൊണ്ട് കൊടുത്താൽ മതി, നീയാളെ കഴിപ്പിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ് ദേവയാനി, നിന്നോട് ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അത് മര്യാദയ്ക്ക് അനുസരിച്ചോണം എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അമ്മേ അതൊന്നും സാരമില്ല, എനിക്കന്ന് സുഖമില്ലാന്നപ്പം അവളാ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വാഴ്ത്തുന്നത്, പകരത്തിന് പകരം ചെയ്യല്ല, എങ്കിലും അവളെ നോക്കേണ്ടത് എന്റെ കടമയാണല്ലോ എന്നും പറഞ്ഞിട്ട് ആദർശ് അവക്കുള്ള കഞ്ഞിയും ഇതൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ജലജ ദേവിയോട് പറയുന്നു മകൻ കൈവിട്ട് പോവാണല്ലോ ഏട്ടത്തി, ഇപ്പൊ തന്നെ അവൻ പറഞ്ഞത് കേട്ടില്ലേ അവന്റെ കടമയാണെന്ന്, അതിനർത്ഥം എന്താ ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യമാണെന്നല്ലേ, അങ്ങനെ ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താലുണ്ടല്ലോ ഏട്ടത്തി ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന ആദർശുണ്ടല്ലോ അവളുടെ വലയിലാവും എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് ഈ കഞ്ഞിയായിട്ട് മുറിലോട്ട് ചെല്ലുമ്പോഴേക്കും നയനെ വിളിച്ചുണർത്താണ്. നയന പറയുന്നു ആദർശേട്ടാ എനിക്കൊന്നും കഴിക്കാൻ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, സമയം ഇത്രയായി, ടാബ്ലറ്റ് കഴിക്കാനുള്ളതാ, മര്യാദയ്ക്ക് കഴിച്ചേ എന്ന് പറഞ്ഞിട്ട് ആദർശ് തന്നെ വാരി കൊടുക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട് എന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, ഞാൻ വാരി കഴിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ നയന കൈ പൊക്കാൻ പോകുമ്പോൾ കൈയുടെ ഓരത്തിനൊക്കെ നല്ല വേദന ഉണ്ട് കേട്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ വാരി തിന്നോളാം എന്ന് പറഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് ആദർശ് നയനയ്ക്ക് ആ കഞ്ഞി വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നയന ആദർശിന്റെ കണ്ണുകളിൽ ഇങ്ങനെ നോക്കുകയാണ്, ഈശ്വര ഈ സ്നേഹമൊക്കെ സത്യമായിരുന്നെങ്കിൽ എന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദർശേട്ടൻ ഈ കെയറിങ്ങും ഈ സ്നേഹമൊക്കെ സത്യമായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ആയിരുന്നേനെ എന്നൊക്കെ നയന മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനിക്ക് അവിടെ ഇരിക്കപ്പുറത്തില്ലാഞ്ഞിട്ട് ആരും കാണാതെ പതിയെ ആദർശിന്റെ ഒക്കെ മുറിയുടെ വാതിക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നയനയുടെ ചുണ്ടിലിങ്ങനെ പറ്റിയ ചോറ് ആദർശ് ഇങ്ങനെ തൂത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് കൊണ്ട് തന്നെ അവളുടെ മുഖമൊക്കെ തുടച്ചു കൊടുക്കാണ്. അവൾക്ക് ഗുളികയും വായിൽ വെച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യാട്ടോ. അപ്പോഴേക്കും നയന പറയാണ് ആദർശേട്ടാ ജാനകി ചെറിയമേനെ ഒന്ന് വിളിക്കൂ, എനിക്കിന്ന് ടോയ്ലറ്റിൽ പോകണമായിരുന്നു എന്ന് പറയുമ്പം അതിനെന്തിനാ അവരെയൊക്കെ വിളിക്കുന്നേ, ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോക്കാളെന്ന് പറയുമ്പോഴേക്കും ദേവയാനി ഒന്ന് ഷോക്കായിട്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ ആ കഞ്ഞിയൊക്കെ അടച്ച് ഗുളികയെല്ലാം മാറ്റി വെച്ചിട്ട് ആദർശ് നയനയുടെ തോളത്തിങ്ങനെ പിടിച്ചുകൊണ്ട് ബാത്റൂം വരേക്കും പോകുന്നുണ്ട്. എന്നിട്ട് ആദർശന്റെ ഇവിടെ നിന്നാൽ മതി, ഞാൻ അകത്തേക്ക് പോകാന്ന് പറയുമ്പം അത് സാരില്ല ഞാൻ അകത്തേക്ക് കയറ്റിവിടാന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല ആദർശേട്ടാ, ഞാനിവിടെ പിടിച്ചു പോയിക്കളാന്ന് പറഞ്ഞിട്ട് നയന ഇങ്ങനെ പിടിച്ച് കയറി പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് ബാത്റൂമിന്റെ വാതിക്കൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ആദർശ് ദേവയാനാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ പുറത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവയാനിയും മുമ്പോട്ട് നോക്കുമ്പോൾ ദാ നിൽക്കുന്ന മുത്തശ്ശി ദേവയാനി എന്താ ചെയ്യേണ്ടെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരുങ്ങുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി ചോദിക്കാണ് നിനക്ക് ഒരു സമാധാനം ഇല്ലല്ലേ ദേവയാനി. ദേവയാനി പറയുന്നു അത് നയനക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വന്നതാ, അല്ലാതെ വേറൊന്നിനല്ല. മുത്തശ്ശി പറയാണ് അതൊക്കെ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, കേറി വിശേഷം ചോദിച്ചിട്ട് പോ, അതല്ലാതെ അവരങ്ങനെ കണ്ട അത് നാണക്കേടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും ദേവയാനിയും കൂടി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ടോയ്ലറ്റിൽ നിന്നും നയന ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നയനനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ നടത്തിച്ചുകൊണ്ട് ആദർശ് കട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും കാലിന്ന് തന്നെ വീഴാൻ പോകുമ്പോഴേക്കും ആദർശ് ഞാൻ എടുത്തോളാം തന്നോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചിട്ട് നയനെ ഇങ്ങനെ തൂക്കിയെടുത്തോണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ആകെപ്പാടെ കിളിപോയ അവസ്ഥയില് ദേവേനി വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി പുതപ്പൊക്കെ പുതയ്ക്കുമ്പോഴേക്കായിരിക്കും ദേവയാനീനെയും മുത്തശ്ശീനെയും കാണുന്നത്. അപ്പം മുത്തശ്ശി പറയാണ് ഒരുപാട് സന്തോഷമായി മോനെ, ഇങ്ങനെ വേണം ഭർത്താക്കന്മാര്, ഞങ്ങളെ എല്ലാം ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഇതുപോലെ സ്നേഹത്തോടെ നോക്കിയിട്ടുള്ളതാ, ഇങ്ങനെ ഭർത്താവിന് സ്നേഹം കിട്ടുന്ന ഭാര്യമാരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിമാര് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയാണെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഒരുമാതിരിയൊക്കെ കാണിക്കുമ്പോഴേക്കും ആദർശിന് മനസ്സിലാകുന്നുണ്ട് രാത്രിയിലെ നയന മുടി ഇങ്ങനെ ചേട്ട കെട്ടിവെച്ചിട്ടാണല്ലോ കിടക്കുന്നത്. നയനെ കിടക്കുമ്പോഴേക്കും ആദർശ് പുറകെ കൂടി ചെന്നിട്ട് നയനയുടെ മുടി ഇങ്ങനെ പൊക്കി കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ആദർശം സഹിക്കാൻ വയ്യാട്ടോ. അപ്പൊ ആദർശം അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മുഖത്തെ ഭാവവ്യത്യാസവും നയനെ നോക്കുന്നുള്ള കുശുമ്പൊക്കെ ആദർശിന് മനസ്സിലാവുന്നുണ്ടെങ്കിലും നയനയ്ക്ക് വേണ്ടിയിട്ട് ആദർശ് അതെല്ലാം കണ്ടില്ല എന്നൊക്കെ നടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് മുത്തശ്ശന്റെ അസുഖമൊക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് വേണ്ടിയിട്ടും നയനയും ആദർശം കൂടെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സമയത്താണ് ഈ ഒരു സംഭവം കൂടെ നടക്കുന്നത് കേട്ടോ. പരസ്പരം രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് തുറന്നു പറയുകയോ അത് പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ രണ്ടുപേരും പരസ്പരം മനസ്സിനുള്ളിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജലജയാണ് ഇതിന്റെ പിന്നിലെന്ന്, അതായത് നയനെ വീഴ്ത്താൻ എണ്ണ ഒഴിച്ചതൊക്കെ ജലജയാണെന്ന് ആദർശ് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് അടുത്തൊടിയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.